ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, NOSൻ്റെ ഡാറ്റ എൻട്രി എന്ന സബ്ജക്റ്റിൽ ഫസ്റ്റ് യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ നെയിം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് ഫസ്റ്റ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഡെഫിനിഷൻ ഫോർ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. ദെൻ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, കമ്പ്യൂട്ടറിൻ്റെ ഓർഗനൈസേഷൻ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പെരിഫറൽസ് ഓഫ് ഡിവൈസസ്, പെരിഫറൽ ഡിവൈസസ്, കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ ഡിവൈസ് ഏതൊക്കെയെന്ന് ജസ്റ്റ് പറയുന്നുണ്ട്. അതാണ് പെരിഫറൽസ് ഡിവൈസസ് പറയുന്നത്. ദെൻ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, മെമ്മറി സിസ്റ്റം ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഉണ്ട്. ഇത്രയും ടോപ്പിക്സ് ആണ്. ഒരു വൈഡ് ചാപ്റ്റർ ആണ്, ലെങ്തി ചാപ്റ്റർ ആണ് ഫസ്റ്റ് ഈ ഒരു യൂണിറ്റ്. ഓക്കെ, ഇത് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്ന പോർഷൻ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഡീപ്പായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്സ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ഫസ്റ്റ് വരുന്ന ടോപ്പിക് ഇതായിരുന്നു, കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കാണ്. എന്താണ് കമ്പ്യൂട്ടർ? നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകളാണ്, എല്ലാം നമുക്ക് അറിയുന്ന കേസുകളാണ്. മേ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്യണം, പറയാൻ പറ്റില്ല. ഓക്കെ, മിക്ക ആളുകൾക്കും അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. എന്താ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോൺ ഡിവൈസസ്, കമ്പ്യൂട്ടർ ഇലക്ട്രോൺ ഡിവൈസ് ആണ് ദാറ്റ് പെർഫോം ഡാറ്റ ഇൻ ടു മീനിങ് ഇൻഫോർമേഷൻ. ഓക്കെ, ഈ കമ്പ്യൂട്ടർ ഡിവൈസായ ഈ ഇലക്ട്രോൺ ഡിവൈസിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഡാറ്റകൾ ഇൻപുട്ടായി പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഡിവൈസസ് ഈ കൊടുക്കുന്ന ഡാറ്റയുടെ മുകളിൽ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് നടത്തുന്നു, ഓപ്പറേഷൻ നടത്തുന്നു. അങ്ങനെ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻഫോർമേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഡിവൈസിലേക്ക് നമ്മൾ ഡാറ്റ കൊടുത്ത് അതിൻ്റെ മുകളിൽ പ്രോസസ്സ് ചെയ്ത് ഇൻഫോർമേഷൻസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ഡിവൈസ് ആണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ. വളരെ സിമ്പിളായിട്ട് കിട്ടിക്കഴിഞ്ഞു. എന്താണ്, കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോൺ ഡിവൈസ്. ഇതൊരു ഇലക്ട്രോൺ ഡിവൈസ് ആണ് ദാറ്റ് ട്രാൻസ്ഫോം ഡാറ്റ ഇൻ ടു മീനിങ് ഇൻഫോർമേഷൻ. അതെന്താ ചെയ്യുന്നത്, കൊടുക്കുന്ന ഡാറ്റ മീനിങ് ഒരു ഇൻഫോർമേഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. അതാണ് എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ എന്ന ഡിവൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോൺ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോം ഡാറ്റ ഇൻ ടു മീനിങ് ഇൻഫോർമേഷൻ. അല്ലേ, കൊടുക്കുന്ന ഡാറ്റയുടെ മുകളിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് മീനിങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ഡിവൈസ് ആണിത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. എന്താണ് ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ഓക്കെ, അതായത് ഒരു കമ്പ്യൂട്ടറിന് ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, മെയിൻ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഈ ആക്ടിവിറ്റിയാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ആക്സെപ്റ്റ് ഡാറ്റ, സെക്കൻഡ് വൺ പറയുന്നത് സ്റ്റോർ ഡാറ്റ, തേർഡ് പറയുന്നത് പ്രോസസ് ഡാറ്റ, ആൻഡ് നെക്സ്റ്റ് പറയുന്നത് റിട്രീവ് ഡാറ്റ, ആൻഡ് ലാസ്റ്റ് വൺ പറയുന്നതാണ് പ്രിന്റ് ഡാറ്റ. ഓക്കെ, ഇത്രയും ആക്ടിവിറ്റി മെയിനായിട്ട് ഇത്രയും ആക്ടിവിറ്റീസാണ് ആര് ചെയ്യുന്നത്, ഒരു സിസ്റ്റം, ഒരു കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ആക്സെപ്റ്റ് ഡാറ്റ, എന്താ സ്റ്റോർ ഡാറ്റ, ജസ്റ്റ് നോക്കാം. ആക്സെപ്റ്റ് ഡാറ്റ പറഞ്ഞാൽ കമ്പ്യൂട്ടർ സ്വയമേ വർക്ക് ചെയ്യില്ല, നമുക്ക് എന്തെങ്കിലും ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഡാറ്റയുടെ മുകളിൽ എന്ത് വർക്ക് ചെയ്യുന്നത്, സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഈ സിസ്റ്റത്തിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യണം. ആ ഇൻപുട്ട് ചെയ്ത ഡാറ്റ എന്ത് ചെയ്യും, സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പുറമേ നിന്ന് കൊടുക്കുന്ന ഡാറ്റയെ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് ഫങ്ഷണാലിറ്റി ആരുടെ, സിസ്റ്റത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ആക്സെപ്റ്റിംഗ് ഡാറ്റ. സെക്കൻഡ് എന്താണ്, സ്റ്റോറിങ് ഡാറ്റ. ഈ കൊടുക്കുന്ന ഡാറ്റ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യണം, സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇൻപുട്ടായി വരുന്ന ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോറിങ് ഡാറ്റ എന്ന ഒരു ആക്ടിവിറ്റി, ഒരു ഫങ്ഷൻ അവിടെ നടക്കണം. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഈ സ്റ്റോർ ചെയ്ത ഡാറ്റയുടെ മുകളിൽ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം, ഓപ്പറേഷൻസ് വർക്ക് ചെയ്യണം. ഓക്കെ, ഓപ്പറേഷൻസ് വർക്ക് ചെയ്യണമെങ്കിൽ
എങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇൻഫോർമേഷൻസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഡാറ്റയുടെ മുകളിൽ ആക്ടിവിറ്റീസ് പ്രോസസ്സ് നടക്കണം. ഓക്കെ, അപ്പോൾ പ്രോസസ്സിങ് ഡാറ്റ എന്ന ഒരു ഫങ്ഷണാലിറ്റി ആര് ചെയ്യുന്നുണ്ട്, സിസ്റ്റം ചെയ്യുന്നുണ്ട്. സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, റിട്രീവ് ഡാറ്റയാണ്. ഓക്കെ, അതായത് പ്രോസസ്സ് ചെയ്ത ഡാറ്റ ഇൻഫോർമേഷനായിട്ട് ഇതിനകത്തുണ്ടായിരിക്കും. ആ ഇൻഫോർമേഷനെ അല്ലെങ്കിൽ അതിനകത്ത് സെപ്പറേറ്റ് ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, റീട്രീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ തിരിച്ചെടുക്കേണ്ടി വരും. അതിനൊക്കെ എന്താണ് റീട്രീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പ്രിൻറ്റിങ് ഡാറ്റ. അപ്പോൾ നമുക്ക് ഇൻഫോർമേഷനായി കിട്ടിയ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, പെർമനൻ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ പ്രിൻറ്റിങ് ആക്ടിവിറ്റി പെർഫോം ചെയ്യേണ്ടി വരും. ഇത്രയും ആക്ടിവിറ്റീസാണ് ആര് പെർഫോം ചെയ്യുന്നത്, ഒരു കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ആക്സെപ്റ്റിംഗ് ഡാറ്റ, സ്റ്റോർ ഡാറ്റ, പ്രോസസ് ഡാറ്റ, റിട്രീവ് ഡാറ്റ ആൻഡ് പ്രിന്റ് ഡാറ്റ. ഓക്കെ, ഇത്രയും ആക്ടിവിറ്റീസാണ് ആര് ചെയ്യുന്നത്, ഒരു സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് അറിയുന്ന കേസ് തന്നെയാണ്. ജസ്റ്റ് നോക്കാം. ഹൈ സ്പീഡ്, വളരെ സ്പീഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാളും വളരെ സ്പീഡിൽ ആര് വർക്ക് ചെയ്യും, കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യും. ആൻഡ് അക്യുറസിയാണ് പറയുന്നത്. എന്താ അക്യുറസി പറഞ്ഞാൽ കൃത്യത, വളരെ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നതാണ് എന്ത്, കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ അക്യുറസി ഉണ്ടായിരിക്കും, കൃത്യത ഉണ്ടായിരിക്കും. ആൻഡ് ഡെലിജൻസ് ആണ്. ഡെലിജൻസ് പറഞ്ഞാൽ ടൈം, അതായത് റെസ്റ്റ് ഇല്ലാണ്ട് എത്ര ടൈം വരെ വർക്ക് ചെയ്യാനും ആർക്ക് സാധിക്കും, സിസ്റ്റത്തിന് സാധിക്കും. ആ ഡെലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐഡിയ കിട്ടിയല്ലോ, ഇറ്റ് ക്യാൻ വർക്ക് വിതൗട്ട് എനി റെസ്റ്റ് ഇല്ലാണ്ട് എത്ര ടൈം എന്ത് ചെയ്യാം, സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കൊക്കെ എന്ത് ചെയ്യണം, കുറേ വർക്ക് ചെയ്താൽ നമുക്ക് ക്ഷീണിച്ചോ, നമുക്ക് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും റെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു റെസ്റ്റ് ആർക്ക് വേണ്ട, സിസ്റ്റത്തിന് വേണ്ട. അതാണ് ഡെലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ പറയുന്നത്, വേഴ്സാറ്റിലിറ്റി ആണ്. വേഴ്സാറ്റിലിറ്റി പറഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആക്ടിവിറ്റി, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രോസസ്സ് മാത്രമല്ല, ഒരു തരത്തിലുള്ള പ്രോസസ്സ് മാത്രമല്ല, ഡിഫറെൻറ്റ് തരത്തിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ഒരു ഫാനിൻ്റെ ടെക്നീഷ്യൻ മറ്റേ ഫാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, മറ്റൊരു ടെക്നിക്കൽ ഏരിയ അറിയുണ്ടാവില്ല, മനസ്സിലാവില്ലേ. അതുപോലെ അല്ല കമ്പ്യൂട്ടർ. ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കും. അതാണ് വേഴ്സാറ്റിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. ഹൈ സ്പീഡ് ആയിരിക്കും, അക്യുറസി ഉണ്ടായിരിക്കും, ഡെലിജൻസ് ആയിരിക്കും, ആൻഡ് വേഴ്സാറ്റിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. ഹൗ ടു അറേഞ്ച് ദി സിസ്റ്റം നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ്ലി ഒരു വലിയൊരു ബോക്സ് തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ ഈ വലിയ ബോക്സിന് പറയുന്ന നെയിമാണെന്ത്, CPU. നമുക്കറിയാം, ഫെമിലിയർ ആണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയും, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ ഈ വലിയ ബോക്സിനെ പറയുന്നതാണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ യൂണിറ്റിനെ വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ ജസ്റ്റ് 3 പീസസ് ആക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്, മെമ്മറി യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ആൻലി ഉണ്ട്. ഓക്കെ, ഓരോ യൂണിറ്റ് എന്താണെന്ന് പിന്നീട് നമ്മൾ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു യൂണിറ്റ് ഉണ്ട്, അതാണ് ഇൻപുട്ട് യൂണിറ്റ്. സെയിം ആസ് റൈറ്റ് സൈഡിൽ എന്തുണ്ട്, മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ഓർത്തിരിക്കുക, മെയിനായിട്ട് വരുന്ന വലിയ ബോക്സ് എന്ന് പറയുന്നതാണ് CPU. ഓക്കെ, സബായിട്ട് കുറേ അഡീഷണൽ ബോക്സസ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ആലി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക. ഇനി 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ യൂണിറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്ന ഇൻപുട്ട് യൂണിറ്റ് ആണ്. എന്തിനാണ് ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്, ഈസ് യൂസ് ടു ഇൻപുട്ടിങ് ഡാറ്റ ഇൻ ദി സിസ്റ്റം. വെരി സിമ്പിൾ. എന്താണ്, സിസ്റ്റത്തിനകത്തേക്ക്, സിസ്റ്റത്തിന് പുറമേ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ ഇൻപുട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഇൻപുട്ടിങ് എല്ലാം സാധ്യമാവുന്നത് ഏത് യൂസ് ചെയ്തിട്ടാണ്, ഈ ഒരു ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിങ് യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്തായിരിക്കും, ഔട്ട്പുട്ട് യൂണിറ്റ്. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിനകത്ത് പ്രോസസ് ചെയ്യും, റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം, റിസൾട്ടായിട്ട് എടുക്കേണ്ടി വരും, ഔട്ട്പുട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഈസ് യൂസ് ടു ടേക്ക് ദി റിസൾട്ട് ആഫ്റ്റർ പ്രോസസ്സിങ് ശേഷം റിസൾട്ട് ഉണ്ടായിരിക്കുമല്ലോ, ഈ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് എടുക്കണ്ടേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് യൂണിറ്റ്സ് നിർബന്ധമായിരിക്കും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ
യൂസേജ് മനസ്സിലായി. നെക്സ്റ്റ് എന്താണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് പറഞ്ഞാൽ നമ്മൾ ഈ ഓർഗനൈസേഷൻ നോക്കിയപ്പോൾ ധാരാളം സബ് യൂണിറ്റുകൾ കണ്ടു. ഈ സബ് യൂണിറ്റുകളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യണം ആര്? ഒരു സ്പെഷ്യൽ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ മെയിൻ എയിം എന്താണ്? മറ്റുള്ള യൂണിറ്റുകളെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുക. അതാണ് ആര് ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഇറ്റ് കോർഡിനേറ്റ് എന്തായിരുന്നു? ഓൾ അതർ യൂണിറ്റ്സ് ഇൻ ദി സിസ്റ്റം. സിസ്റ്റത്തിനകത്തുള്ള ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, ആലി യൂണിറ്റ് ഉണ്ട്, ആൻഡ് മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ സബായിട്ടുള്ള വേറെ കിടക്കുന്ന യൂണിറ്റുകളാണ്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണോ അതിനൊക്കെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, ടോട്ടലി കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിനെ നമുക്ക് തരുന്നത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്ര യൂണിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തായിട്ടുള്ളത്? മെമ്മറി യൂണിറ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന ഡാറ്റയും കമ്പ്യൂട്ടറിനകത്തുള്ള ഇൻസ്ട്രക്ഷനെയും സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? മെമ്മറി ഏരിയ വേണം. അതിനെ നമുക്ക് എന്താണ്? മെമ്മറി യൂണിറ്റ് പറയുന്നത്. ഓക്കെ, എന്താ മെമ്മറി യൂണിറ്റ് പറഞ്ഞിരിക്കുന്നത്? ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ, ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻഫോർമേഷൻ. അല്ലേ, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ആൻഡ് അതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ, അതൊന്ന് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഇൻഫോർമേഷൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും മെമ്മറി യൂസ് ചെയ്യേണ്ടി വരും. അതാണ് മെമ്മറി യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആലിയോ ആണ്. ഓക്കെ, ആലിയോൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. ഓക്കെ, ഒരു സിസ്റ്റത്തിനകത്ത് ധാരാളം മാത്തമാറ്റിക്കൽ അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത്രയും ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ആലിയോ ആയിരിക്കും. ഓക്കെ, അതായത് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. അല്ലേ, ഇറ്റ് പെർഫോം ഓൾ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അല്ലേ, കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എല്ലാ മാത്തമാറ്റിക്കലായിട്ടും ലോജിക്കലായിട്ടും കംപ്ലീറ്റ് ഓപ്പറേഷൻസും ആരാ പെർഫോം ചെയ്യുന്നത്? ഈ ഒരു ആലിയോ ആണ്, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. ഓക്കെ, അതാണ് ആലിയോൻ്റെ പെർഫോമൻസ്. ഓക്കെ, ഇത്രയും യൂണിറ്റാണ് മെയിനായിട്ടുള്ളത്. ഇനി എന്തുണ്ട്? ഇൻപുട്ട് യൂണിറ്റ് നമ്മൾ പറഞ്ഞു, ഔട്ട്പുട്ട് യൂണിറ്റ് പറഞ്ഞു, എല്ലാ യൂണിറ്റ്സും നമുക്ക് എന്ത് ചെയ്തു? കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അത്ര ഏരിയ തീർന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? പെരിഫറൽസ് ആണ്. എന്താണ് പെരിഫറൽസ്? ഓക്കെ, പെരിഫറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പർപ്പസിനും ഓരോ ഡിവൈസുകൾ സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന അഡീഷണൽ ഡിവൈസുകൾ മുഴുവൻ എന്തായിരിക്കും? പെരിഫറൽസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് സിസ്റ്റത്തിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യണം വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു ഫോട്ടോ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് ഒരു ഡിവൈസ് കണക്ട് ചെയ്യും. അതാണ് വെബ് ക്യാം. ഓക്കെ, അപ്പോൾ വെബ് ക്യാം എന്താണ്? ഒരു പെരിഫറലാണ്. ഓക്കെ, അതുപോലെ നമുക്ക് നമ്മുടെ ഡാറ്റ, നമ്മുടെ നെയിംസ്, നമ്മുടെ ബയോഡാറ്റ ഒന്ന് എൻട്രി ചെയ്യണം സിസ്റ്റത്തിനകത്തേക്ക്. അപ്പോൾ നമ്മൾ കോമണായി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്ന് ഇൻപുട്ട് ഡിവൈസ് കീബോർഡ് എന്ന് പറയും. അപ്പോൾ കീബോർഡ് എന്താണ്? ഒരു പെരിഫറലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി സിസ്റ്റത്തിനകത്തേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന, അഡീഷണലായി കണക്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഡിവൈസുകളും എന്തായിരിക്കും? പെരിഫറൽസ് ആയിരിക്കും. ഏതൊക്കെ പെരിഫറൽസ് ഉള്ളത്? കീബോർഡ്, മൗസ്, വെബ് ക്യാം, പ്രിൻ്റർ, ഇതെല്ലാം എന്താണ്? പെരിഫറൽസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പെരിഫറൽസിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പെരിഫറൽസ് ആർ സം ഡിവൈസസ് ദാറ്റ് ക്യാൻ കണക്ട് ടു ദി സിസ്റ്റം ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. ഓക്കെ, ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി സിസ്റ്റത്തിനകത്തേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഡിവൈസുകളും എന്ത് പറയുന്നത്? പെരിഫറൽസ് എന്ന് പറയും. ഓക്കെ, നമുക്കറിയുന്ന കേസ് തന്നെയാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പെരിഫറൽസ്. പെരിഫറൽസ് നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസസ് എന്ന രീതിയിൽ, ഔട്ട്പുട്ട് ഡിവൈസ് എന്ന രീതിയിൽ, അതർ ഡിവൈസസ് എന്ന രീതിയിൽ നമ്മൾ പെരിഫറൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം പെരിഫറൽസ് ആണ്. ഓക്കെ, ഇവിടുത്തെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ പെരിഫറൽസ് ആണ്. ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം എന്താണ് വൺ ബൈ വൺ ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണ് ജസ്റ്റ് നമുക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസിൻ്റെ യൂസേജ് നമ്മൾ പറഞ്ഞായിരുന്നു ഇൻപുട്ട് യൂണിറ്റ് പറയുമ്പോൾ. ഓക്കെ, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ടു ആക്സെപ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി യൂസർ. ഓക്കെ, യൂസറിൽ നിന്ന് സിസ്റ്റത്തിനകത്തേക്ക് ഡാറ്റയെയും ഇൻസ്ട്രക്ഷൻസിനെയും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിരുന്ന യൂണിറ്റ് എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂസറിൽ നിന്ന് ഡാറ്റയും ഇൻസ്ട്രക്ഷനും ആക്സെപ്റ്റ് ചെയ്യണം ത്രൂ എനി ഇൻപുട്ട് ഡിവൈസസ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന? ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ഒപ്റ്റിക്കൽ മാഗ്നറ്റിക് സ്കാനർ, ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ, ട്രാക്ക് ബോർഡ്. ഇത്രയാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇൻപുട്ട് ഡിവൈസസ്. ധാരാളം ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് ഇൻപുട്ട് ഡിവൈസേ ഉള്ളൂ. ഇനി വൺ ബൈ വൺ നോക്കാം എന്താണ് ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, ഒട്ടുമിക്കാറും ഇൻപുട്ട് ഡിവൈസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളാണ്. വളരെ റെയർ ആയിട്ട് കുറച്ച് ഇൻപുട്ട് ഡിവൈസ് മാത്രമേ നിങ്ങൾക്ക് അറിയാത്തേ ഉള്ളൂ. എനിവേ എന്തായാലും എല്ലാ ഇൻപുട്ട് ഡിവൈസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്ത് മൂവ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നത് ഏതാണ്? കീബോർഡാണ്. എന്താണ് കീബോർഡ്? ഓക്കെ, ഇറ്റ്സ് എ മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസ് അല്ലേ? കോമൺ ആയി യൂസ് ചെയ്യുന്ന, പോപ്പുലറായി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ത്? കീബോർഡ്. ഫോർ യൂസ് ടു ഇൻപുട്ടിങ് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം ഏതായിരുന്നു? കീബോർഡ് ആയിരുന്നു. ഓക്കെ, ഇനി ഈ കീബോർഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് ജസ്റ്റ് നോക്കാം. എന്താണ്? ഇസ് എ ക്വാറ്റി കീബോർഡ് സിസ്റ്റം. എന്താണ് ക്യുആർടി പറഞ്ഞാൽ? അതായത് കീബോർഡിൽ കീസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്നാണ് ക്യുആർടി എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്തുണ്ട്? ക്യൂ ഉണ്ട് അല്ലേ? ക്യൂ WERT. ഇതൊരു ഓർഡറിങ് ആണ്, ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഈ രീതിയിൽ അറേഞ്ച്മെൻറ്റ്സിലാണ് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ കീബോർഡും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ്, ആ കീ അറേഞ്ച് മെത്തേഡാണെന്ന് പറയുന്നത് QWERTY കീബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നോർമലി ഇറ്റ് ഹാസ് 104 കീസ്. നോർമൽ ഡിഫോൾട്ട് ആയിട്ട് ഒരു കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് 104 കീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇൻ കേസ് ഗെയിംസോ മറ്റുള്ള ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനുള്ള അഡീഷണൽ കീബോർഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ എന്ത് വരും? കീസ് വരും. ഓക്കെ, ഇവിടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീബോർഡിൻ്റെ നമ്പർ ഓഫ് കീസ് എത്രയായിരിക്കും? 104 കീസ് ആയിരിക്കും എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മാത്രമല്ല കീബോർഡിന് ആൾസോ പ്രൊവൈഡ്സ് ന്യൂമറിക് കീപാഡ്. ഓക്കെ, നമുക്ക് കീബോർഡിൽ ന്യൂമറിക് കീപാഡ് എന്നൊരു ഏരിയ തരുന്നുണ്ട്. നമുക്കറിയാം എല്ലാ കീബോർഡിൻ്റെയും റൈറ്റ് സൈഡിൽ കാൽക്കുലേറ്റർ പോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കീസ്, ന്യൂമറിക് കീസ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഏരിയ പറയുന്നതാണ് എന്ത്? ന്യൂമറിക് കീപാഡ്. ഇമേജിൽ തന്നിട്ടില്ല, ഓർത്തിരിക്കുക. നോർമൽ കേസിൽ കീബോർഡിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, വളരെ ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ന്യൂമറിക് വാല്യൂസ് അടുത്തടുത്ത് തന്നിട്ടുണ്ട്. ന്യൂമറിക് വാല്യൂസ് ഇവിടെ ഉണ്ട് അല്ലേ? 1 2 3 4 എന്ന രീതിയിൽ ന്യൂമറിക് വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ന്യൂമറിക് വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? റൈറ്റ് സൈഡിൽ കാൽക്കുലേറ്റർ പോലെ ഇത്തരം കീസ്, ന്യൂമറിക് കീസ് അടുത്തടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയ പറയുന്നതാണ് എന്താണ്? ന്യൂമറിക് കീപാഡ് എന്ന് പറയുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫാസ്റ്റ് എൻറ്ററിങ് ഓഫ് ന്യൂമറിക് വാല്യൂസ്. ന്യൂമറിക് വാല്യൂസ് വളരെ ഫാസ്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഏരിയ. ഓക്കെ, ഇത്രയാണ് കീബോർഡിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് റൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്നുണ്ട്. ഓക്കെ, അതായത് ഈ QWERTY കീബോർഡാണ്. നോർമലി ഹാസ് 4 നോട്ട് കീസ് ഉണ്ടായിരിക്കും. ആൻഡ് ആൾസോ പ്രൊവൈഡ്സ് ന്യൂമറിക് കീപാഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് തീർന്നു. ഈ സെക്കൻഡ് മൗസ് ആണ്. ഇത് നമുക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, ഇതിന് ഫെമിലിയാരിറ്റി പറയാൻ കാരണം എന്താണ്? ഈസ് എ സ്റ്റാൻഡേർഡ് പോയിൻറ്റിംഗ് ഡിവൈസ് ആണ്. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. എന്താണ്? ഈസ് എ സ്റ്റാൻഡേർഡ് പോയിൻറ്റിംഗ് ഡിവൈസ് അല്ലേ? സ്ക്രീനിൽ നമുക്ക് ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് പോയിൻറ്റിംഗ് ഡിവൈസ് ആണ് ഏത് അറിയപ്പെടുന്നത്? മൗസ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, പോയിൻറ്റിംഗ് ഡിവൈസ് എന്ന ടേം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ്. ഇതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഓക്കെ, അവിടെ മെക്കാനിക്കൽ എഫക്ട്സും ഉണ്ട്, ഇലക്ട്രോണിക് എഫക്ട്സും ഉണ്ട്. അതായത് മെക്കാനിക്കൽ എഫക്ട്സിനെ ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എന്താണ് ഇലക്ട്രോ മെക്കാനിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത്, ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് മെക്കാനിക്കൽ എഫക്ട്സിനെ ഇലക്ട്രിക്കൽ എഫക്ട്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് എന്ന് പറയാൻ കാരണം. ഓക്കെ, നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുമ്പോൾ എന്താണ്? മെക്കാനിക്കൽ എഫക്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മെക്കാനിക്കൽ എഫക്ട്സിനെ ഇലക്ട്രിക് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കാൾഡ് എന്താണ്? ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് എന്ന് പേര് പറയുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്പെസിഫിക്കേഷൻ. സെക്കൻഡ് പറയുന്നത് ഈസ് അവൈലബിൾ ഇൻ ഒപ്റ്റിക്കൽ ഓർ ലേസർ അല്ലേ? ഇത്തരം മൗസുകൾ നമുക്ക് രണ്ട് രീതിയിൽ അവൈലബിൾ ആവുന്നുണ്ട്. എങ്ങനെ ആവാം? ഒപ്റ്റിക്കൽ മൗസ് ആവാം ഓർ ലേസർ
യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മൗസുകളായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഹാസ് 3 ബട്ടൺസ്. നമുക്ക് ഫെമിലിയർ ആണ്. നോർമൽ കേസിലൊരു കീബോർഡിൽ 3 ബട്ടൺസ് ഉണ്ടായിരിക്കും, ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സ്ക്രോളിംഗ് ബട്ടൺസ്. അതാണ് ജസ്റ്റ് വളരെ ഷോർട്ടായിട്ട് മൗസിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് മൗസിൻ്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് ലൈറ്റ് പെന്നാണ്. ലൈറ്റ് പെന്നും എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. മാത്രമല്ല ഇതൊരു പോയിന്റ് ഡിവൈസ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പോയിന്റ് ഡിവൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ മൗസ് ആണെന്ന് പറഞ്ഞു, സെക്കൻഡ് വൺ ഏതാണ്? മറ്റൊരെണ്ണം ഏതാണ്? ലൈറ്റ് പെന്നാണ്. അപ്പോൾ ഈസ് എ പോയിന്റ് ഡിവൈസ് യൂസ് ടു ഡ്രോ ഡയറക്ട്ലി ഓൺ ദി സ്ക്രീൻ. നമുക്ക് സ്ക്രീനിൽ ഈ ലൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഡയറക്ട്ലി റൈറ്റ് ഓർ ഡ്രോ ഓൺ ദി സ്ക്രീൻ. സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാനോ റൈറ്റ് ചെയ്യാനോ സാധിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഡിവൈസ് ആണ് എന്ത്? ലൈറ്റ് പെൻ. നോക്കൂ സ്പെസിഫിക്കേഷൻ. ഇറ്റ് യൂസസ് എ ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ. അല്ലേ, ഒരു പ്രത്യേക ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നു. ഏതാ? ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് സിമിലർ ടു മൗസ്. മൗസ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഓക്കെ, അത് തന്നെയാണ് ലൈറ്റ് പെൻ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ക്യാൻ ഡയറക്ട്ലി സെലക്ട് ഒബ്ജക്റ്റ് ഓൺ ദി സ്ക്രീൻ. സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ലൈറ്റ് പെൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒപ്റ്റിക്കൽ സ്കാനർ ആണ്. എന്താണ് ഒപ്റ്റിക്കൽ സ്കാനർ? ഓക്കെ, ഈസ് യൂസ്ഡ് ടു ഓട്ടോമാറ്റിക് ഡാറ്റ സ്കാനർ. ഡാറ്റയെ സ്കാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് ഡാറ്റ സ്കാനറാണ് ഒപ്റ്റിക്കൽ സ്കാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് എലിമിനേറ്റ്സ്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇതിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ടോട്ടലി പറയാണ് ഒപ്റ്റിക്കൽ സ്കാനർ എന്താണെന്നുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, ടോട്ടൽ ഒപ്റ്റിക്കൽ സ്കാനറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താ അറിയാം? എന്തൊക്കെയാണ്? ഒന്ന്, എലിമിനേറ്റ് മാനുവൽ ഇൻപുട്ടിങ് ഡാറ്റ. ഓക്കെ, അതായത് മാനുവലായി ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ സാധിക്കും. എന്തുള്ളതുകൊണ്ട്? ഈ ഒപ്റ്റിക്കൽ സ്കാനർ ഉള്ളതുകൊണ്ട്. ഓക്കെ, ആണ് ഫസ്റ്റ് ഫീച്ചർ. ഇറ്റ് എലിമിനേറ്റ്സ് മാനുവൽ ഇൻപുട്ടിങ് ഡാറ്റ. മാനുവലായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഇല്ലാതാക്കാൻ സാധിക്കും. എന്തുണ്ട്? അതുകൊണ്ട് ഈ ഒപ്റ്റിക്കൽ സ്കാനർ ഉള്ളതുകൊണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? ഇറ്റ് റെഡ്യൂസ് എറേഴ്സ് വൈൽ മാനുവൽ എൻട്രിങ്. ഓക്കെ, അതായത് മാനുവലായിട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? എറേഴ്സ് വരാം. ഓക്കെ, ഈ എറേഴ്സിനെ ടോട്ടലി എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എന്തുള്ളതുകൊണ്ട്? ഒപ്റ്റിക്കൽ സ്കാനർ ഉള്ളതുകൊണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് ഫീച്ചർ. തേർഡ് വൺ എന്താണ്? ഫാസ്റ്റർ ഓപ്പറേഷൻ ആണ്. മാനുവലായി എൻട്രി ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. ഇതുകൊണ്ട് അറ്റ് എ ടൈമിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡാറ്റയും സ്കാൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ഫാസ്റ്റർ ഓപ്പറേഷൻ. ഇത് ടോട്ടലി ഒപ്റ്റിക്കൽ സ്കാനർ വരുന്ന ടോട്ടൽ അഡ്വാൻറ്റേജസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി വൺ ബൈ വൺ ആയിട്ട് ഓപ്റ്റിക്കൽ സ്കാനർ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ്? ബാർകോഡ് റീഡർ. നമുക്ക് ഒരു പ്രൊഡക്റ്റിന് മുകളിലുള്ള ഡീറ്റെയിൽസ് ഫാസ്റ്റായിട്ട് സിസ്റ്റത്തിലേക്ക് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാർകോഡ് റീഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഒരു ഒപ്റ്റിക്കൽ സ്കാനറാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലോ മറ്റോ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഒരു ബാർകോഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ബാർകോഡിൽ എന്തുണ്ടായിരിക്കുക? ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വളരെ ഫാസ്റ്റായിട്ട് സിസ്റ്റത്തിലേക്ക് നമുക്ക് ബില്ല് ചെയ്യുന്ന സമയത്ത് വേണ്ടി വരും. അപ്പോൾ മാനുവലായി എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ സ്കാനർ എടുത്തിട്ട് ആ ബാർകോഡിലേക്ക് എന്ത് ചെയ്യുന്ന? ലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ആ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും സിസ്റ്റത്തിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് എന്ത്? ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതുപോലെ മറ്റൊരു റീഡർ ഉണ്ട്. ഏതാണ്? QR, ക്വിക്ക് റെസ്പോൺസ് റീഡർ. അല്ലേ, ബാർകോഡ് പറഞ്ഞാൽ കുറേ ബാറുകളായിരിക്കും. ക്വിക്ക് റെസ്പോൺസ് പറഞ്ഞാൽ ഒരു സ്ക്വയറിൽ കുറേ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ ഫോർമാറ്റിൽ പ്രിൻ്റ് ചെയ്തായിരിക്കും എന്താണ്? ക്വിക്ക് റെസ്പോൺസ് റീഡർ പറഞ്ഞത്. ഓക്കെ, ആ പ്രിൻ്റ് ചെയ്ത പേപ്പറിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? QR റെസ്പോൺസ് എന്ന് പറയുന്നത്, ക്വിക്ക് റെസ്പോൺസ് റീഡർ എന്ന് പറയുന്നത്. അല്ലേ, ഫോർ റീഡിങ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്. ഇദ്ദേഹത്തിന് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ബാർകോഡ് റീഡറും QR റീഡറും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ബാർകോഡ് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ ഡാറ്റ ഉണ്ടായിരിക്കുള്ളൂ, വളരെ കുറഞ്ഞ ഡാറ്റ ഉണ്ടായിരിക്കുള്ളൂ എന്നത്ത് ബാർകോഡിനകത്ത്. അതേസമയം QR കോഡിനകത്ത് ഉണ്ടായിരിക്കും 3 ഡയമെൻഷനിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് ബാർകോഡിനേക്കാളും ധാരാളം ഇൻസ്ട്രക്ഷൻ, ധാരാളം ഇൻഫോർമേഷൻസ്, ഡാറ്റകൾ അതിനകത്ത് ഉണ്ടായിരിക്കും QR റീഡറിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് നമ്മൾ ഡിഫറൻസ് ഓർത്തിരിക്കുക. ബാർകോഡിനകത്ത് കുറഞ്ഞ ഡാറ്റകളെ ഉണ്ടായിരിക്കുള്ളൂ, QR കോഡിനകത്ത് ധാരാളം ഡാറ്റകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇമേജ് സ്കാനറാണ്. ഇമേജ് സ്കാനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കേസാണ്. നമ്മുടെ കയ്യിലൊരു പഴയൊരു ഫോട്ടോ കൊണ്ട് വിചാരിച്ചോളൂ.
ഈ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ ഫോർമാറ്റിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സ്കാൻ ചെയ്തെടുക്കുന്നു. ഓക്കെ, അതാണ് ഇമേജ് സ്കാനർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇമേജ് സ്കാനർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷൻ എന്ന് പറയും. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷൻ ഈസ് യൂസ് ടു റീഡ് ദി ഡാറ്റ ഫ്രം ദി ചെക്ക് ഇൻ ബാങ്ക്. അല്ലേ, അതായത് ബാങ്കുകളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തിരുന്നു, കുറച്ച് മുന്നേ ചെക്ക് ലീഫ് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ഈ ചെക്ക് ലീഫിൽ ഒരു പ്രത്യേക ഇങ്കിൽ, ചെക്ക് ലീഫിന് താഴെ ഒരു പ്രത്യേക സ്റ്റൈലിൽ കുറച്ച് ഡാറ്റ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഡാറ്റയിൽ എന്താണ്ടായിരിക്കുക, ആ ചെക്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ചെക്കിൻ്റെ സീരിയൽ നമ്പർ, ഏത് ബാങ്കിൻ്റെ ചെക്കാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്തുണ്ടായിരിക്കും. ഈ ചെക്ക് ലീഫിനകത്ത് താഴെ പ്രിൻ്റ് ചെയ്ത, സ്പെഷ്യൽ ഇങ്കിൽ പ്രിൻ്റ് ചെയ്ത ഈ ക്യാരക്ടേഴ്സിനകത്തുണ്ടായിരിക്കും. ഓക്കെ, ഈ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, OCR. ഓക്കെ, അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെക്കിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വളരെ ഫാസ്റ്റായിട്ട് സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, OCR എവിടെ യൂസ് ചെയ്യുന്നത്, ബാങ്കുകളിലെ ചെക്കിലെ ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ത്, OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷൻ എന്ന ഒപ്റ്റിക്കൽ സ്കാനർ നമ്മൾ യൂസ് ചെയ്യും. ഇതെല്ലാം എന്താണ്, ഒപ്റ്റിക്കൽ സ്കാനർ കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഓക്കെ, ഏതൊക്കെയാണ്, ബാർകോഡ് വരുന്നുണ്ട്, QR റീഡർ, ക്വിക്ക് റെസ്പോൺസ് വരുന്നുണ്ട്, ഇമേജ് സ്കാനർ വരുന്നുണ്ട്, OCR വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്, ഫേമസ് ആയി യൂസ് ചെയ്യുന്ന, പോപ്പുലറായി യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് സ്ക്രീൻ. അല്ലേ, മൊബൈൽ ഫോണിലും അതുപോലെ ചില സ്ക്രീനിലൊക്കെ ടച്ച് ചെയ്ത് നമുക്കൊന്നൊരു ഇൻപുട്ട് പാസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടച്ച് സ്ക്രീൻ എന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അല്ലേ, ടച്ച് പാനൽ ഈസ് എ ഡിസ്പ്ലേ ആൻഡ് പാഡ് ആർ ഓഫേർഡ് ആസ് ആൾട്ടർനേറ്റീവ് ടു കീബോർഡ്. അല്ലേ, കീബോർഡിന് പോലെ വർക്ക് ചെയ്യുന്ന, അല്ലേ, നമ്മളിപ്പോൾ ഡയൽ ചെയ്യുമ്പോൾ, ഫോൺ ഡയൽ ചെയ്യുമ്പോൾ നമ്മൾ ടച്ച് സ്ക്രീനിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പറാണ് ഡയൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കീബോർഡ് പോലെ, കീബോർഡിന് ആൾട്ടർനേറ്റീവായി യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻപുട്ട് ഡിവൈസ് എന്താണ്, ടച്ച് സ്ക്രീൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ദി ഇൻപുട്ട് ഈസ് ഗിവൻ ത്രൂ ദി സ്ക്രീൻ. സ്ക്രീനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻപുട്ട് ചെയ്യുന്നത്. കീബോർഡിൽ കീ പ്രസ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ എന്താ പ്രസ് ചെയ്യുന്നത്, സ്ക്രീനാണ് പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ സ്ക്രീനിൻ്റെ ഓരോ ഏരിയയിലേക്കും ഓരോ വാല്യൂസ് ഉണ്ടായിരിക്കും. ആ വാല്യൂസ് ഡാറ്റ ആയിരിക്കും എന്ത് ചെയ്യുന്ന, ഇൻപുട്ടായി പോകുന്നത്. അതാണ് ടച്ച് സ്ക്രീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൈക്രോഫോൺ ആണ്. ഓക്കെ, മൈക്രോഫോൺ ഈസ് യൂസ് ടു ആക്സെപ്റ്റ് ദി വോയിസ് ആസ് ഇൻപുട്ട്. വോയിസ് ഇൻപുട്ടായി സ്വീകരിച്ച് ഈ ഇൻപുട്ട് വോയിസിനെ കമ്പ്യൂട്ടർ ഫോർമാറ്റിലേക്ക്, ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, മൈക്രോഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലേ, ഈസ് യൂസ് ടു ആക്സെപ്റ്റ് ദി വോയിസ് ആസ് ഇൻപുട്ട്. വോയിസ് ഇൻപുട്ടായി സ്വീകരിക്കുന്നു ആൻഡ് അത് കമ്പ്യൂട്ടർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, നമുക്കറിയുന്ന കേസാണ്, ഫെമിലിയർ ആണ്. ഡെസ്ക്ടോപ്പ് ഉണ്ട്, ഹാൻഡ് ഹെൽഡ് ഉണ്ട്. ഓക്കെ, ഡെസ്ക്ടോപ്പ് മീൻസ് ദിസ് വൺ ആൻഡ് ഹാൻഡ് ഹെൽഡ് പറഞ്ഞാൽ ദിസ് വൺ. അപ്പോൾ രണ്ട് ടൈപ്പും എന്തുണ്ട്, മൈക്രോഫോൺസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രാക്ക് ബോൾ ആണ്. എന്താണ് ട്രാക്ക് ബോൾ നോക്കാം. ഈസ് എ പോയിൻറ്റിംഗ് ഡിവൈസ്, മറ്റൊരു പോയിൻറ്റിംഗ് ഡിവൈസ് ആണ്. അപ്പോൾ പോയിൻറ്റിംഗ് ഡിവൈസ് നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന് മൗസ്, സെക്കൻഡ് വൺ ലൈറ്റ് പെൻ, തേർഡ് വൺ ഏതായിരുന്നു, ട്രാക്ക് ബോൾ. ഓക്കെ, ട്രാക്ക് ബോൾ. ഓക്കെ, ഇത് മൂന്നും എന്താണ്, ഒരു പോയിൻറ്റിംഗ് ഡിവൈസുകളാണ്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കൂ. എ മൗസ് ലൈങ് ഓൺ ഇറ്റ്സ് ബാക്ക്. ഓക്കെ, നോർമൽ കേസിൽ ഒരു മൗസ് ഉണ്ടായിരിക്കും, മൗസിൻ്റെ ബാക്കിൽ ഒരു ബോൾ ഉണ്ടായിരിക്കും പഴയ മൗസുകളിൽ. ഓക്കെ, ഈ മൗസിനെ നമ്മൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ബോൾ മുകളിലായി കഴിഞ്ഞു. ഓക്കെ, ഈ ബോൾ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫിംഗർ യൂസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മൗസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബോൾ റൊട്ടേറ്റ് ചെയ്യാമെങ്കിൽ ഒരു സ്പെഷ്യൽ സർഫേസിൽ നമുക്ക് എന്ത് ചെയ്യണം, മൗസ് ടോട്ടലി മൂവ് ചെയ്യണം. ഓക്കെ, ട്രാക്ക് ബോൾ ആണെങ്കിൽ എന്താ ആവശ്യമില്ല, അതിന് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ബോളിനെ പിടിച്ച് ഫിംഗർ യൂസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കഴ്സർ അല്ലെങ്കിൽ പോയിൻ്റർ നമ്മൾ സ്ക്രീനിൽ മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ട്രാക്ക് ബോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കൂ. നീഡ്ലെസ് സ്പേസ്. മൗസ് യൂസ് ചെയ്യണമെങ്കിൽ ലാർജ് സ്പേസ് വേണം. കാരണം മൗസ് സ്ക്രീനിൽ കഴ്സർ മൂവ് ചെയ്യണമെങ്കിൽ മൗസ് നമ്മളൊരു സർഫേസിൽ ടോട്ടലി കറക്കണം പിടിച്ചിട്ട്, ഐ മീൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മളൊരു പ്രത്യേക സർഫേസിൽ മൗസ് മൂവ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം. ആ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് സ്ക്രീനിൽ എന്ത് മൂവ് ചെയ്യുന്നത്, കഴ്സർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ മൗസിന് എന്ത് വേണം, ധാരാളം സ്പേസ് വേണം. പക്ഷേ ട്രാക്ക് ബോളിന് എന്താ ആവശ്യമില്ല, ലെസ് സ്പേസ് മതി. കുറഞ്ഞ സ്പേസിൽ ട്രാക്ക് ബോൾ വർക്ക് ചെയ്യും. ഓക്കെ, ദെൻ യൂസ് ഇറ്റ് ടു ഇൻ പോർട്ടബിൾ കമ്പ്യൂട്ടർ. എവിടെ കോമണായി യൂസ് ചെയ്യുന്നത് ഇത്,
പോർട്ടബിൾ കമ്പ്യൂട്ടറിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ട്രാക്ക് ബോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ക്യാൻ യൂസ് എനി ടൈപ്പ് ഓഫ് സർഫേസ്. മൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ സർഫേസ് വേണം, വളരെ നീറ്റ് സർഫേസ് ആയിരിക്കണം. ഓക്കെ, അവിടെ വളരെ സർഫേസ് എന്തായിരിക്കണം, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് മാത്രമേ മൗസ് വർക്ക് ചെയ്യുള്ളൂ. ഇത് നമ്മൾ എന്തില്ല, മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഏത് സർഫേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വെക്കാം. ഓക്കെ, ക്യാൻ യൂസ് എനി ടൈപ്പ് ഓഫ് സർഫേസ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ മൗസ് ആൻഡ് ട്രാക്ക് ബോൾ. മൗസും ട്രാക്ക് ബോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ 2 കോളം കൊടുത്തിട്ടുണ്ട്. മൗസ് എന്ന കോളം കൊടുത്തിട്ടുണ്ട്, ട്രാക്ക് ബോൾ എന്ന കോളം കൊടുത്തിട്ടുണ്ട്. മൗസ് കോളത്തിൽ പറഞ്ഞിരിക്കുന്ന നീഡ് ലാർജ് സ്പേസ്. മൗസിന് ലാർജ് സ്പേസ് ആവശ്യമുണ്ട്, ബട്ട് ട്രാക്ക് ബോളിന് നീഡ് ലെസ് സ്പേസ്, കുറഞ്ഞ സ്പേസ് മതി. ഇനി മൗസിൽ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് പോയിന്റ്, നീഡ് ഫ്ലാറ്റ് സർഫേസ്. മൗസ് വർക്ക് ചെയ്യണമെങ്കിൽ ഫ്ലാറ്റ് സർഫേസ് വേണം, ബട്ട് ട്രാക്ക് ബോൾ എന്താവശ്യമില്ല, എനി ടൈപ്പ് ഓഫ് സർഫേസിൽ എന്ത് ചെയ്യാം, ട്രാക്ക് ബോൾ യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് മൗസ് തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് വിത്ത് ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിൻ്റെ കൂടെ നമ്മൾ കോമൺ ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, മൗസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം ട്രാക്ക് ബോളിൽ പോർട്ടബിൾ വിത്ത് ലാപ്ടോപ്പ്, ലാപ്ടോപ്പിൻ്റെ കൂടെയാണ് നമ്മൾ നിന്ന് അതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ മൗസ് ആൻഡ് ട്രാക്ക് ബോൾ. ഓക്കെ, അതാണ് ട്രാക്ക് ബോളിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ യൂസേജ് നമുക്കറിയാം. എന്താണ്, ടു ടേക്ക് ദി റിസൾട്ട് ഓഫ് ദി പ്രോസസ്സിങ്. പ്രോസസ്സിന് ശേഷം നമുക്ക് റിസൾട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാണ് ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ, ആ യൂസ് ടു ടേക്ക് ദി റിസൾട്ട് ആഫ്റ്റർ പ്രോസസ്സിങ്. പ്രോസസ്സിന് ശേഷം റിസൾട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസിനും കോമണി പറയുന്നതാണ് എന്ത്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ക്ലാസിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്, സോഫ്റ്റ് കോപ്പി ആൻഡ് ഹാർഡ് കോപ്പി. ഏതായിരുന്നു, സോഫ്റ്റ് കോപ്പി ആൻഡ് ഹാർഡ് കോപ്പി. ഓക്കെ, സോഫ്റ്റ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളുണ്ട്. ആ ഡിവൈസുകൾ ഉൾപ്പെടുന്നതിനകത്താണ് വീഡിയോനകത്താണ്. വീഡിയോ മീൻസ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഓർത്തിരിക്കുക, സോഫ്റ്റ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് കോമൺ ആയി പറയുന്നതാണത് വീഡിയോ. ഏതാണ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ ഓർത്തിരിക്കുക, എന്താണ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഓക്കെ, ഈ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 ഡിവൈസുകളുണ്ട് ടെക്നോളജിയെ ബേസ് ചെയ്തിട്ട്. എന്തൊക്കെയാണ്, CRT ഉണ്ട്, കാഥോഡ് റേ ട്യൂബ്, ആൻഡ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ടെക്നോളജിയെ ബേസ് ചെയ്തിട്ട് വീഡിയോനെ ക്ലാസിഫൈ ചെയ്തതാണ്. ഏതൊക്കെയാണ്, CRT, കാഥോഡ് റേ ട്യൂബ്, ഫ്ലാറ്റ് പാനൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്, ഒന്ന് വീഡിയോൻ്റെ ഫുൾ ഫോം എന്താണ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഓക്കെ, ആ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റായി യൂസ് ചെയ്യുന്ന ടെക്നോളജി അനുസരിച്ച് 2 ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു, കാഥോഡ് റേ ട്യൂബ് ആൻഡ് ഫ്ലാറ്റ് പാനൽ. ഓക്കെ, അപ്പോൾ എന്താണ് സോഫ്റ്റ് കോപ്പി, എന്താണ് ഹാർഡ് കോപ്പി, എന്താണ് വീഡിയോ, എന്താണ് CRT ഒക്കെ നമ്മൾ താഴെ പേജസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഹാർഡ് കോപ്പി നോക്കാം. ഹാർഡ് കോപ്പി ഇതിനകത്ത് 2 ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, പ്രിൻ്റർ ആൻഡ് പ്ലോട്ടർ. പ്രിൻ്റർ ആൻഡ് പ്ലോട്ടർ, ആ 2 ഡിവൈസുകൾ എവിടെ യൂസ് ചെയ്യുന്നത്, ഹാർഡ് കോപ്പിക്കകത്ത് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഒരാൾ തെന്നി നിൽക്കുന്നുണ്ട്, ആരാണ്, സ്പീക്കറാണ്. ഓക്കെ, സ്പീക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് സൗണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. വോയിസിനെ ഔട്ട്പുട്ടായി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, സ്പീക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലേ, വോയിസിനെ ഇൻപുട്ട് ആക്കാൻ വേണ്ടി, ഇൻപുട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമുക്ക് മൈക്രോഫോൺ എന്ന ഇൻപുട്ട് ഡിവൈസ് പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ മൈക്രോഫോൺ വഴി നമ്മൾ കൊടുക്കുന്ന വോയിസിനെ എന്താക്കും, ഡിജിറ്റൽ സിഗ്നലാക്കും. ഐ മീൻ കമ്പ്യൂട്ടർ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ആ കമ്പ്യൂട്ടർ ഫോർമാറ്റിൽ ആയിട്ടുള്ള വോയിസിനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഹിയറബിൾ ആയിട്ടുള്ള ടൈപ്പിലേക്ക് മാറ്റണം. ഓക്കെ, നമുക്ക് ഓഡിയബിൾ ആയിരിക്കണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, സ്പീക്കർ. അപ്പോൾ സ്പീക്കർ എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. എന്താണ് യൂസ് ചെയ്യുന്നത്, ടു പ്രൊഡ്യൂസ് ദി സൗണ്ട്, സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടോട്ടലി നമുക്ക് ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, സോഫ്റ്റ് കോപ്പി എന്താണ്, ഹാർഡ് കോപ്പി എന്താണ് എന്ന് കംപ്ലീറ്റ് കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നോക്കാം, എന്താണ് സോഫ്റ്റ് കോപ്പി. ഓക്കെ, സോഫ്റ്റ് കോപ്പി എന്താ, സോഫ്റ്റ് കോപ്പി, ദി ഔട്ട്പുട്ട് ടേക്കൻ ഫ്രം ദി മോണിറ്റർ സ്ക്രീൻ ഈസ് കാൾഡ് സോഫ്റ്റ്. വെരി സിമ്പിളാണ്. എന്താണ്, സ്ക്രീനിൽ വഴിയോ മോണിറ്റർ വഴിയോ എടുക്കുന്ന ഔട്ട്പുട്ട്, അതാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് ടൈം എന്താ പറഞ്ഞിരിക്കുന്നത്, ദി ഔട്ട്പുട്ട് ടേക്കൻ ഫ്രം ദി മോണിറ്റർ ഓർ സ്ക്രീൻ ഈസ് കാൾഡ് സോഫ്റ്റ് പ്രിൻ്റർ. സ്ക്രീൻ വഴിയോ മോണിറ്റർ വഴിയോ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്, സോഫ്റ്റ് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ടേക്കൻ ഫ്രം വീഡിയോ.
വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വഴി മാത്രമേ എന്തെടുക്കാൻ പറ്റൂ, സോഫ്റ്റ് കോപ്പി നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം അറിയുക, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഓക്കെ, ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? ഇത്തരം വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകളാണ് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിനെ സോഫ്റ്റ് കോപ്പി എന്ന് പറയാൻ കാരണം എന്താ നോക്കാം. ഇറ്റ് വിൽ ലോസ്റ്റ് വെൻ ദി പവർ ഈസ് ഓഫ്, സോ ഇറ്റ് ഈസ് കാൾഡ് സോഫ്റ്റ് കോപ്പി. ഓക്കെ, സ്ക്രീനിൻ്റെ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് മിസ്സാവും. വീണ്ടും ഔട്ട്പുട്ട് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്ക്രീനിനെ ഓൺ ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. അതായത് ഇത് ടെമ്പററി ഔട്ട്പുട്ടാണ്. ഓക്കെ, അതിനെ എന്ന് പറയുന്നത് സോഫ്റ്റ് കോപ്പി എന്ന് പറയാൻ റീസൺ. ഓക്കെ, അതായത് പവർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ ഓഫായി പോകുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് അവൈലബിൾ ആവില്ല. അത് ടെമ്പററി ഔട്ട്പുട്ടാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോഫ്റ്റ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ട് ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? CRT ഉണ്ട്, കാഥോഡ് റേ ട്യൂബ് ആൻഡ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് CRT എന്താണെന്ന് നോക്കണം ആൻഡ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് എന്താണെന്ന് നോക്കണം. ഓക്കെ, CRT നമുക്ക് ഫെമിലിയർ ആണ്. പഴയ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, മോണിറ്ററാണ് എന്ത്, CRT. ഓക്കെ, കാഥോഡ് റേ ട്യൂബ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് യൂസസ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. അതിൻ്റെ സ്പെസിഫിക്കേഷനാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് യൂസസ് എന്തായിരുന്നു? ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ കൂടെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ CRT യൂസ് ചെയ്തിരുന്നു. സെക്കൻഡ് പോയിന്റ്, ബൾക്ക് ഇൻ സൈസ്, വലിയ സൈസ് ആയിരുന്നു. ആൻഡ് ഹൈ കറണ്ട് കൺസംഷൻ. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ധാരാളം കറണ്ട് വേണം. ഓക്കെ, ഒരുപാട് കറണ്ട് യൂസ് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഹൈ കറണ്ട് കൺസംഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹൈ ക്ലാരിറ്റി. ബട്ട് ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും എന്താണ്, ഇമേജസിന് അല്ലെങ്കിൽ അതിന് കാണുന്ന ഡിസ്പ്ലേക്ക് ഹൈ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, യൂസ് എ ലാർജ് വാക്വം ട്യൂബ് കാൾഡ് പിച്ചർ ട്യൂബ്. ഓക്കെ, ഇതിനകത്തൊരു വാക്വം ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇമേജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ പറയുന്നതാണ് പിച്ചർ ട്യൂബ് ഉള്ളത് കൊണ്ടാണ് ഇത് ബൾക്ക് ഇൻ സൈസ് ആയത്. ഓക്കെ, ഇത്രയും സ്പെസിഫിക്കേഷനാണ് എന്തിനെക്കുറിച്ച് ചോദിച്ചാൽ എഴുതേണ്ടത്? CRTയെ കുറിച്ച് ചോദിച്ചാൽ എഴുതേണ്ടത്. വൺസ് അഗെയിൻ, യൂസ് ഫോർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു. ബൾക്ക് ഇൻ സൈസ്, വലിയ സൈസായിരുന്നു. ഹൈ കറണ്ട് കൺസംഷൻ, ധാരാളം കറണ്ട് യൂസ് ചെയ്യും. ഹൈ ക്ലാരിറ്റി, നല്ല ക്ലാരിറ്റി ഇമേജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനകത്ത് വാക്വം ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ വാക്വം ട്യൂബ്സിനെ പറയുന്ന പേരെന്താ? പിക്ചർ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് CRT കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വൺ ഏതാണ്? ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ആണ്. ഇത് നമുക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എല്ലാ വീടുകളിലും യൂസ് ചെയ്യുന്നത് CRTക്ക് പകരം CRTയെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ഔട്ട്പുട്ട് ഡിവൈസ് ഫ്ലാറ്റ് പാനൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. മറ്റൊരു ബൾക്ക് ഇൻ സൈസ് ആയിരുന്നു, വെയിറ്റ് കൂടുതലായിരുന്നു CRT. പക്ഷേ ഇവിടെ എന്താണ്? ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. മാത്രമല്ല പോർട്ടബിളാണ്, കൊണ്ടെടുക്കാൻ ഈസിയാണ്, പോർട്ടബിൾ ആണ്. അതിൻ്റെ ലെസ് കറണ്ട് കൺസംഷൻ, കുറഞ്ഞ കറണ്ടിലും വർക്ക് ചെയ്യും ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് കേട്ടോ. മാത്രമല്ല ലാർജ് ഡിസ്പ്ലേസ് ആണ്, വലിയ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലേ. നമ്മൾ ഹോം തിയേറ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ലാർജ് ഡിസ്പ്ലേ എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി ഈ ഫ്ലാറ്റ് പാനൽ രണ്ട് ടൈപ്പ് ഉണ്ട് ടെക്നോളജി ബേസ് ചെയ്ത്. ഏതൊക്കെയാണ്? LCD ഉണ്ട്, LED ഉണ്ട്. അപ്പോൾ LCD ഫുൾ ഫോം അറിയണം. എന്തായിരുന്നു? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അതായിരുന്നു ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് LCD ഫുൾ ഫോം. ആൻഡ് LED നമുക്ക് ഫെമിലിയർ ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ടെക്നോളജി ബേസ് ചെയ്ത് അത് ക്ലാസിഫിക്കേഷൻ കേട്ടോ. LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. അവിടെ രണ്ട് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി LCD എന്താണ്, LED ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, പിന്നെ ടെക്നിക്കൽ ആയിട്ട് പറയാൻ ചെയ്യുന്നത് വൈഡായി പറയണം, അത്രയും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. LCD മീൻസ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്, വെരി പോപ്പുലർ ആണ്. ഈസ് യൂസ്ഡ്, ലിക്വിഡ് ക്രിസ്റ്റൽ എലമെൻറ്റ് യൂസ് ചെയ്യുന്നു. അവിടെ ഓർത്തിരിക്കുക, ലിക്വിഡ് ക്രിസ്റ്റൽ എലമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പോർട്ടബിൾ ആണ്, കൊണ്ടെടുക്കാൻ ഈസിയാണ്, വെയ്റ്റ്ലെസ് ആണ്, അതുകൊണ്ട് കൊണ്ടെടുക്കാൻ സുഖമാണ്, ഈസിയാണ്. ആൻഡ് ലെസ് കറണ്ട് കൺസംഷൻ, കുറഞ്ഞ കറണ്ടേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതാണ് LCDയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് LED ആണ്. LED എന്തുപോലെ തന്നെയാണ്, LCD പോലെ തന്നെയാണ്, പക്ഷേ അവിടെ ടെക്നോളജി വ്യത്യാസമുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്നതാണ് LED ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്ന മെയിൻ എലമെൻറ്റ്. ഓക്കെ, പോപ്പുലർ ആണ്, പോർട്ടബിൾ ആണ്, കുറഞ്ഞ കറണ്ടിൽ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസിൽ വരുന്ന രണ്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ് വരുന്നത്, ഔട്ട്പുട്ട് ഡിവൈസസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹാർഡ് കോപ്പി. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് കോപ്പി കംപ്ലീറ്റ് കഴിഞ്ഞു. ഓക്കെ, സോഫ്റ്റ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന
VDU നമ്മൾ യൂസ് ചെയ്യുന്നത്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻ തീർന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഏതായിരുന്നു? ഹാർഡ് കോപ്പി ആയിരുന്നു. ഹാർഡ് കോപ്പി മീൻസ് എന്താണ്? പെർമനൻ്റ് ആയിരിക്കും, അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? പെർമനൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ഇനി നോക്കാം എന്താ ഹാർഡ് കോപ്പിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്. ഓക്കെ, ദി ഔട്ട്പുട്ട് ടേക്കൻ ഫ്രം ദി പ്രിൻ്റർ ഈസ് കാൾഡ് ഹാർഡ് പ്രിൻ്റ്. അല്ലേ, ഒരു പ്രിൻ്ററിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? പെർമനൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ഹാർഡ് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൾവേസ് ദി ഔട്ട്പുട്ട് ഫ്രം ദി പ്രിൻ്റർ ഈസ് കാൾഡ് ഹാർഡ് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാർഡ് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഈസ് പെർമനൻ്റ് ഔട്ട്പുട്ട് ഈസ് ഇറ്റ് ഇസ് കാൾഡ് ഹാർഡ് കോപ്പി. ഇത് പെർമനൻ്റ് ഔട്ട്പുട്ട് ആണ്, അതുകൊണ്ട് അത് ഹാർഡ് കോപ്പിയാണ്. അല്ലേ, സോഫ്റ്റ് കോപ്പി ജസ്റ്റ് എന്താണ്? സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് സോഫ്റ്റ്. ദ നെക്സ്റ്റ് ഹാർഡ് കോപ്പി വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയായിരുന്നു? ലേസർ പ്രിൻ്റർ. ഓക്കെ, ഹാൻഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിൻറ്റേഴ്സ്, ടൈപ്പ് ഓഫ് പ്രിൻറ്റേഴ്സ്. ലേസർ പ്രിൻ്റർ ഉണ്ട്, ഇങ്ക് ജെറ്റ് പ്രിൻ്റർ ഉണ്ട്, ആൻഡ് ഡോട്ട് മാറ്റിക്സ് പ്രിൻ്റർ ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ലൈൻ പ്രിൻ്റർ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ടെക്നോളജി ബേസ് ചെയ്താണ് ക്ലാസിഫിക്കേഷൻ. ലേസർ പ്രിൻ്റർ, ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, ഡോട്ട് മാറ്റിക്സ് പ്രിൻ്റർ, ലൈൻ പ്രിൻ്റർ. ഇനി വൺ ബൈ വൺ ആയിട്ട് ഓരോ പ്രിൻ്ററും ജസ്റ്റ് വളരെ ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ലേസർ പ്രിൻ്ററാണ്. ഓക്കെ, ലേസർ പ്രിൻ്റർ സ്പെസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ടാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. ആൻഡ് ഫാസ്റ്റ് ആൻഡ് ക്വിക്ക്, വളരെ ക്വയറ്റാണ്, മീൻസ് സൗണ്ട് ഉണ്ടാവില്ല പ്രിൻ്റ് ചെയ്യുമ്പോൾ, വളരെ ഫാസ്റ്റുമാണ്. ഓക്കെ, ആൻഡ് ഓട്ടോമാറ്റിക് പേപ്പർ ഫീഡിങ്, നമ്മൾ പേപ്പർ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് അത് പേപ്പർ എടുത്തോളും. ഓക്കെ, ദാറ്റ്സ് അവൈലബിൾ ഇൻ കളർ ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ബട്ട് എക്സ്പെൻസീവ് പെർ പ്രിൻ്റ്. ഒരു പ്രിൻ്റ് എടുക്കാൻ വെച്ചാൽ ഇച്ചിരി എക്സ്പെൻസ് കൂടുതലാണ്, മറ്റുള്ള പ്രിൻ്റിനെ ബേസ് ചെയ്തിട്ട് എക്സ്പെൻസ് കൂടുതലായിരിക്കുന്നതാണ് ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ടോണർ പൗഡർ ഈസ് യൂസ്ഡ്. ഇമേജസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എലമെൻ്റ് എന്തായാലും ഇവിടെ ടോണർ പൗഡറുകളാണ്. ടോണർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ലേസർ പ്രിൻ്ററിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ്. നെക്സ്റ്റ് ഇങ്ക് ജെറ്റ് പ്രിൻ്ററാണ്. ഇങ്ക് ജെറ്റ് പ്രിൻ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ ക്രിയേറ്റ് ഇമേജസ് ബൈ സ്പ്രേയിങ് ഇങ്ക് ത്രൂ ദി ടൈനി നോസിൽസ്. ഇമേജസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടൈനി നോസിൽ വഴി ഇങ്ക് സ്പ്രേ ചെയ്യുക പേപ്പറിലേക്ക്. ഇങ്കിനെ സ്പ്രേ ചെയ്തുകൊണ്ടാണ്, ചെറിയ നോസിൽ വഴി പേജിലേക്ക് ഇങ്കിനെ സ്പ്രേ ചെയ്തുകൊണ്ടാണ് എന്ത് പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്? ഇങ്ക് ജെറ്റ് പ്രിൻ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്ലോവർ ദാൻ ലേസർ പ്രിൻ്റർ. ബട്ട് എന്താണ്? ലേസർ പ്രിൻ്ററിനേക്കാളും സ്ലോ ആയിട്ട് എന്ത് വർക്ക് ചെയ്യുള്ളൂ? ഇങ്ക് ജെറ്റ് പ്രിൻ്റർ വർക്ക് ചെയ്യുള്ളൂ. ആൻഡ് ക്വാളിറ്റി ഇൻ ബിറ്റ്വീൻ ലേസർ പ്രിൻ്റർ ആൻഡ് ഡോട്ട് മാട്രിക്സ്. ആൻഡ് പ്രിൻറ്റിംഗ് ക്വാളിറ്റി ലേസർ പ്രിൻ്ററിനും ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിനും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ നെക്സ്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ടിലും വരുന്ന ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി പ്രിൻറ്റിങ് ആയിരിക്കും ആർക്കും ഉള്ളത്? ഇങ്ക് ജെറ്റ് പ്രിൻ്ററിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻറ്റിംഗ് കോസ്റ്റ് ഈസ് ലെസ് ദാൻ ലേസർ പ്രിൻ്റർ. ലേസർ പ്രിൻ്ററിനേക്കാളും പ്രിൻറ്റിംഗ് കോസ്റ്റ് ഇച്ചിരി കുറവായിരിക്കും ഏത്? ഇങ്ക് ജെറ്റ് പ്രിൻ്റർ. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണ്. എന്താണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ? പഴയ കാലത്ത് കോമണായി യൂസ് ചെയ്യുന്ന ഒരു പ്രിൻ്റർ ആയിരുന്നു ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഓക്കെ, എന്താ നോക്കാം. ഈസ് പോപ്പുലർ പ്രിൻ്റർ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. പഴയ കാലത്ത് വളരെ പോപ്പുലറായി യൂസ് ചെയ്യുന്ന പ്രിൻ്റർ ആയിരുന്നു ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഓക്കെ, ദി പ്രിൻ്റ് ഹെഡ് ഫിസിക്കലി ഹിറ്റ്സ് ഓൺ ദി പേപ്പർ. ഓക്കെ, ഈ പ്രിൻ്റിന് ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ഈ ഹെഡിന് കുറേ പിൻസ്, ചെറിയ ചെറിയ പിൻസ് ഉണ്ടായിരിക്കും. ഈ പിൻസ് ആണ് പേപ്പറിൽ എന്ത് ചെയ്യുന്നത്? ഹാമർ ചെയ്യുന്നത്. ഹാമറിങ് മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പേപ്പറിൽ ചെറിയ പിൻസ് പോയിട്ട് ഇങ്ങനെ ഹാമർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ടെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പ്രിൻ്റ് ഹെഡ് ഫിസിക്കലി ഹിറ്റ്സ് ഓൺ ദി പേപ്പർ. പേപ്പറിൽ ഹിറ്റ്സ് ചെയ്തുകൊണ്ടാണ് അതിനെ പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഹിറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് പോസിബിളാണ്? കാർബൺ കോപ്പി എടുക്കാൻ ഈസിയാണ്. ഓക്കെ, അപ്പോൾ കാർബൺ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏക പ്രിൻ്ററാണ് എന്ത്? ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. കാരണം എന്താണ്? അവിടെ ഹിറ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് യൂസസ് കാർബൺ കോപ്പി. ഓക്കെ, ആൻഡ് ക്യാൻ മേക്ക് കാർബൺ കോപ്പി. കാർബൺ കോപ്പി എടുക്കാൻ പറ്റുന്ന, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സോറി, മോൾ പറഞ്ഞ പോയിന്റ് ആണ്. ഇറ്റ് യൂസസ് കാർബൺ റിബൺ ആണ് കേട്ടോ. അവിടെ യൂസ് ചെയ്യുന്ന ഇങ്ക് മെത്തേഡ് എന്തായിരുന്നു? കാർബൺ റിബൺ ആയിരുന്നു. ഇനി അടുത്ത പോയിന്റാണ് പറഞ്ഞിരിക്കുന്നതാണ് കാർബൺ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കാൻ മാറിപ്പോയത് ഇറ്റ് യൂസസ് കാർബൺ റിബൺ അല്ലേ. പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇങ്ക് ഏതായിരുന്നു? കാർബൺ റിബൺ ആയിരുന്നു. ഇത് ഹീറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെടുക്കാൻ പറ്റുന്നുണ്ട്? കാർബൺ കോപ്പി എടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലെസ് എക്സ്പെൻസീവ് പെർ പ്രിൻ്റ് അല്ലേ. ഒരു പ്രിൻ്റ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ എക്സ്പെൻസ് കുറവാണ്. ഏതിനേക്കാളും? തൊട്ട് മുന്നേ പഠിച്ച ലേസർ പ്രിൻ്റർ ആൻഡ് ഇങ്ക് ജെറ്റ് പ്രിൻ്ററിനേക്കാളും എക്സ്പെൻസ്, പ്രിൻ്റ് എടുക്കാൻ എക്സ്പെൻസ് കുറവാണ്. ഓക്കെ, സ്പീഡ് ഈസ് മെഷേർഡ് ഇൻ CPS. ഇതിൻ്റെ സ്പീഡ് എങ്ങനെ മെഷർ ചെയ്യുന്നത്? ക്യാരക്ടർ പെർ സെക്കൻഡ് ആണ്.
അല്ലേ, ഒരു സെക്കൻഡിൽ എത്ര ക്യാരക്ടർ പ്രിന്റ് ചെയ്യും എന്നതാണ് ഇതിൻ്റെ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ CPS ഓർത്തിരിക്കുക, ക്യാരക്ടർ പെർ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് മേക്ക് നോയ്സ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത്? നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഭയങ്കര നോയ്സ് ആയിരിക്കും പ്രിന്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ സ്ലോവർ ആൻഡ് പുവർ ക്വാളിറ്റി. സ്ലോവറും ആയിരിക്കും, മാത്രമല്ല ക്വാളിറ്റി കുറവായിരിക്കും. ഇങ്ക് ജെറ്റിൻ്റെ പ്രിൻ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോഴും ലേസർ പ്രിൻ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോഴും ക്വാളിറ്റി വളരെ മോശമായിരിക്കും. അതിനകത്ത് പുവർ ക്വാളിറ്റി ആയിരിക്കും അതിനകത്തുള്ളത് ഡോട്ട് മാറ്റിക്സ് പ്രിൻ്ററിനുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കും. നെക്സ്റ്റ് ലൈൻ പ്രിൻ്ററാണ്. എന്താണ് ലൈൻ പ്രിൻ്റർ? ഒന്നുമില്ല, യൂസ് വിത്ത് ലാർജ് കമ്പ്യൂട്ടർ സിസ്റ്റം. വലിയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഒരുപാട് ഡാറ്റ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ലൈൻ പ്രിൻ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പ്രൊഡ്യൂസ് ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റ പ്രൊഡ്യൂസിങ് റിപ്പോർട്ട്സ്. ഒരു റിപ്പോർട്ടായിട്ട് ടെക്സ്റ്റ് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൈൻ പ്രിൻ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹൈ സ്പീഡ് ആയിരിക്കും, റേഞ്ച് ബിറ്റ്വീൻ 103-800 ലൈൻ പെർ മിനിറ്റ്. അല്ലേ, അത്രയും ലൈൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു മിനിറ്റിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ സ്പീഡ് അവിടെ പറയുന്നത് ഹൈ സ്പീഡ് ആയിരിക്കും. ഓക്കെ, ദെൻ പുവർ ക്വാളിറ്റി. പക്ഷേ എന്നിരുന്നാലും എന്തായിരിക്കും? ക്വാളിറ്റി ഇച്ചിരി കുറവായിരിക്കും. അതാണ് ലൈൻ പ്രിൻ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു സെക്കൻഡിൽ എത്ര ലൈൻസ് എന്ന രീതിയിലാണ് അത് പ്രിന്റ് ചെയ്യപ്പെടുന്നത്. അതാണ് ലൈൻ പ്രിൻ്റർ എന്ന് പേര് വരാൻ കാരണം. നെക്സ്റ്റ് പ്ലോട്ടറാണ്. എന്താ പ്ലോട്ടർ? ഇമേജ് കണ്ടാൽ അറിയാം എന്തിനാണ് പ്ലോട്ടർ യൂസ് ചെയ്യുന്നത് അല്ലേ. വലിയ ഗ്രാഫ്സ് അല്ലെങ്കിൽ മാപ്സ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി, ഡ്രോയിങ്സ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്ലോട്ടർ യൂസ് ചെയ്യുന്നത്. നോക്കാം. ദിസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് ലൈക്ക് പ്രിൻ്റർ പോലെ വർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ. ടു പ്രൊഡ്യൂസ് ലാർജ് ഇമേജ് ഓർ ഡ്രോയിങ്സ്. വലിയ ഇമേജസിനെ ഡ്രോയിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സച്ച് ഏസ് കൺസ്ട്രക്ഷൻ പ്ലാൻ, മെക്കാനിക്കൽ ഒബ്ജക്ട്സ്. ഓക്കെ, അതിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏത്? പ്ലോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് array of different color pens. ഓക്കെ, ഇമേജസ് ഡിഫറെൻറ്റ് കളറിൽ പ്രിന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് കളർ പെൻസിൻ്റെ ഒരു അറേ ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻ ചിപ്പ് റാക്ക്, ഇൻ ക്ലിപ്പ് റാക്ക് ആൻഡ് റോബോട്ടിക് ആംസ്. ഓക്കെ, ഇതിന് ക്ലിപ്പ് റാക്ക് ഉണ്ടായിരിക്കും. ക്ലിപ്പ് റാക്കിൽ ധാരാളം കളേർഡ് പെൻസിൽ ഉണ്ടായിരിക്കും, പെൻസ് ഉണ്ടായിരിക്കും. ആവശ്യത്തിന് വെച്ച് റോബോട്ടിക് ആംസ് യൂസ് ചെയ്തിട്ട് അതെടുക്കുന്നു, അതിനെ ഡ്രോ ചെയ്യുന്നു. അതാണ് പ്ലോട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ. ഓക്കെ, ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫ്ലാറ്റ് ബെഡ് ഉണ്ട്, ചെറിയ സൈസ് പ്രിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഡ്രം പ്രിൻ്റർ ഉണ്ട്, വലിയ പ്രിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് പ്ലോട്ടറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി. എന്താ ഔട്ട്പുട്ട് എടുക്കാൻ? വോയിസ് ഔട്ട്പുട്ടായി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പീക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടു പ്രൊഡ്യൂസ് സൗണ്ട് ആസ് ആൻ ഔട്ട്പുട്ട്. ഓക്കെ, സൗണ്ട് ഔട്ട്പുട്ടായി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പീക്കർ യൂസ് ചെയ്യുന്നത്. ലിസൺ ടു വോയിസ് ആൻഡ് മ്യൂസിക്. വോയിസിനെയും മ്യൂസിക്കിനെയൊക്കെ കേൾക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്പീക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ.